കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. MMPC 013 ബിസിനസ് ലോയുടെ PYQ ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ MMPC 030 എന്ന് പറയുന്ന ബിസിനസ് ലോയുടെ TE 2025 ഡിസംബർ നടത്താൻ പോകുന്ന 2025 എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 1 തൊട്ട് 6 വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് പാർട്ണർഷിപ്പ്, കമ്പനീസ്, കോൺട്രാക്ട്, ഫെമ, ബാങ്കിങ്, IBC, IPR ആൻഡ് ഡേറ്റ, എൻവറോൺമെന്റ്, കോമ്പറ്റീഷൻ, കസ്റ്റമർ എന്ന് വേണ്ട റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും മെൻഷൻ ചെയ്താണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസംബർ അതേപോലെ ഡിസംബറിൽ 2022 തൊട്ട് ജൂൺ 2025 വരെ, 2022 ജൂൺ തൊട്ട് 2025 ജൂൺ വരെയാണ്. 2022 തൊട്ട് 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഡോക്യുമെന്റ് റോഡ് മാപ്പാണ് നോക്കാൻ പോകുന്നത്. അവിടെ സിലബസ് മാപ്പിംഗ്, എക്സാം പാറ്റേൺ അനാലിസിസ്, റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, ടോപ്പിക് പ്രോബിലിറ്റി പ്രൊഡിക്ഷൻ, മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ, മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീംസ്, ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. സിലബസ് മാപ്പിങ്ങിനകത്ത് ബ്ലോക്ക് വൈസ് ആണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത്. കൂടാതെ തന്നെ യൂണിറ്റ് വൈസ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നുണ്ട്. കൂടാതെ ചേഞ്ച് ചെയ്ത് വരുന്ന എക്സാം പാറ്റേൺ, അതിന്റെ വെയിറ്റേജ് അനാലിസിസ് നമ്മളിവിടെ നോക്കുന്നുണ്ട്. റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ നോക്കുന്നുണ്ട്. പിന്നെ ഏത് ടോപ്പിക് അല്ലെങ്കിൽ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ഏതാണ് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്ന്. പിന്നെ മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ, എല്ലാ പ്രാവശ്യവും ലാൻഡ് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യും, അതും ഇവിടെ കാണും. പിന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര മാർക്കാണ് നമ്മൾ എഴുതേണ്ടത്, എത്ര വേർഡ്സ് ആണ് എഴുതേണ്ടത് എന്നുകൂടെ നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ മെത്തഡോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു 2022 ടു 2025 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് സിലബസ് മാപ്പിംഗ് ആണ്. അവിടെ നമ്മൾ ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക് വൈസ് കാര്യങ്ങൾ എക്സാമിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഹൈ പ്രോബിലിറ്റി, ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ഈക്വൽ ഓർ മോർ ദാൻ 10 ടൈംസ് അപ്പിയറിംഗ് എന്നാണ്. പത്തോ അതിൽ കൂടുതലോ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസിന് നമ്മൾ ഹൈ ഫ്രീക്വന്റ് ആയിട്ടും, 5 തൊട്ട് 9 വരെ ഉള്ളതിന് മീഡിയം ലെവലിലും, 5ഓ അതിൽ താഴെയോ ഉള്ളതിന് ലോ അപ്പിയറിംഗ്, അല്ലെങ്കിൽ 5 അതിൽ താഴെ ഉള്ളതും വളരെ ലഘുവായിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും. അപ്പൊ ഈ ഒരു ബാർ ചാർട്ടിൽ നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ഏതാണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് MMPC 13 6 ബ്ലോക്കാണ് പഠിക്കാനുള്ളത്. അതിലെ രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് 4ാമത്തെ ബ്ലോക്കിലാണ്. പിന്നെ നോക്കുവാണെങ്കിൽ 6ഉം അതേപോലെ തന്നെ. പിന്നെ പ്രധാനമുള്ളത് 5, 1, അതേപോലെ തന്നെ 3. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്ലോക്ക് 2ഉം അതേപോലെ തന്നെ 4ഉം ആണ്. ഈ ഒരു ബാച്ച് ചാർട്ടിൽ നോക്കിയാൽ അടുത്തത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ബ്ലോക്കിൽ വൈസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂണിറ്റ് വൈസ് ഒക്കെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1ഉം 2, അതിന്റെ ഡാർക്ക് ഷെയ്ഡിൽ കാണുന്ന യൂണിറ്റ് 2, ബ്ലോക്ക് 1 ഏറ്റവും പ്രധാനപ്പെട്ടത് യൂണിറ്റ് 2. ബ്ലോക്ക് 2 നോക്കുവാണെങ്കിൽ അധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വന്നിട്ടില്ല. ബ്ലോക്ക് 3 യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 8 ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബ്ലോക്ക് 5 ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് 10ഉം 11ഉം. ബ്ലോക്ക് 6 യൂണിറ്റ് 13ഉം 14ഉം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഡയഗ്രത്തിൽ പറഞ്ഞു പോകുന്നത്.
അടുത്തത് നമ്മൾ ടോപ്പിക്ക് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് വൈസ് അപ്പിയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ലോ. ബിസിനസ് ലോയിൽ ബിസിനസ് ലോ എന്താണ്, മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ലോ. ബിസിനസ് ലോയിൽ മീനിങ് സിഗ്നിഫിക്കൻസും സോഴ്സസും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ലോ. ബിസിനസ് ലോ എന്താണ്, ഒബ്ജക്റ്റീവ് ആൻഡ് പർപ്പസ് ഒരു പ്രാവശ്യം. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ലോയിൽ ബിസിനസ് ലോ എന്ത്, സ്കോപ്സ് ആൻഡ് സോഴ്സസ് ഒരു പ്രാവശ്യം. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ലോയിൽ ബിസിനസ് ലോ എന്താണ്, സിഗ്നിഫിക്കൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒരു പ്രാവശ്യം. ബ്ലോക്ക് 1 കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ ആൻഡ് ADR അതിന്റെ പ്രിൻസിപ്പിൾസ്, ബേസിക് പ്രിൻസിപ്പിൾസിനെ പറ്റി, ബിസിനസ് ലോയുടെ ബേസിക് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ ആൻഡ് ADRനകത്ത് ബിസിനസ് ലോയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ലോ എഗെയിൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 പ്രിൻസിപ്പിൾസും അതേപോലെ തന്നെ അതിന്റെ എന്താണ് സ്റ്റാറ്റ്യൂ അണ്ടർ ബിസിനസ് ലോയും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 പാർട്ണർഷിപ്പ് ആക്ട് ആൻഡ് LLP ആണ്. പാർട്ണർഷിപ്പ് ആക്ടിലെ എസെൻഷ്യൽസും ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സും 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 പാർട്ണർഷിപ്പ് ആക്ട് ആൻഡ് LLPയിൽ കോൺസെപ്റ്റും പ്രോസസ്സും അതിന്റെ ഇൻകോർപ്പറേഷൻസും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 പാർട്ണർഷിപ്പ് ആൻഡ് LLPയിൽ പാർട്ണർഷിപ്പിന്റെ ഡിസൊല്യൂഷൻ അതിന്റെ മോഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ മെത്തേഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 പാർട്ണർഷിപ്പിന്റെ ബേസിസിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം, മോഡ്സ് ആൻഡ് ഗ്രൗണ്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 പാർട്ണർഷിപ്പ് ആക്ട് LLPയിൽ പാർട്ണർഷിപ്പ് എന്താണ്, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ണർ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 പാർട്ണർഷിപ്പ് ആക്ട് LLPയിൽ പാർട്ണർഷിപ്പ് എന്താണ്, റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് എഗെയിൻ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് 2 കമ്പനി ആക്ട് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് കമ്പനി എന്താണെന്നും ഫീച്ചേഴ്സ് ഓഫ് കമ്പനി 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേ ബ്ലോക്ക് 2 ദ കമ്പനി ആക്ട് എന്ന് പറയുന്ന യൂണിറ്റ് തന്നെ കമ്പനി എന്താണെന്ന്, അതിന്റെ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്സ് ആൻഡ് കണ്ടന്റ് എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതേ ടോപ്പിക്കിൽ നിന്നും കമ്പനിയുടെ ഇത് കമ്പനി എന്താണെന്നും കമ്പനിയുടെ മെയിൻ ഫീച്ചേഴ്സ് ആൻഡ് ഫോംസ് ഓഫ് ബിസിനസ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെയും ബ്ലോക്ക് 2 ഇത് കമ്പനി ആക്ട് നിന്ന് കമ്പനി പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ഒരു പ്രാവശ്യം. ബ്ലോക്ക് 2 ഇത് കമ്പനീസ് ആക്ട് കമ്പനിയുടെ പ്രോസ്പെക്ടസ് മീനിങ് ടൈപ്പ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 കമ്പനി ആക്ടിൽ കമ്പനി എന്താണെന്നും പ്രോസ്പെക്ടസ് ആൻഡ് നീഡ് ആൻഡ് ടൈപ്സ് എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 ആണ് അടുത്തത്. ബ്ലോക്ക് 3 ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ടില് കോൺട്രാക്ട് എന്താണെന്നും ഡെഫിനിഷൻ ആൻഡ് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് ഒരു പ്രാവശ്യം. അതേപോലെ തന്നെ കോൺട്രാക്ടിലെ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോൺട്രാക്ടിന്റെ എസെൻഷ്യൽസ് എന്താണെന്നും അതേപോലെ തന്നെ എടുത്തു ചോദിക്കുന്നുണ്ട് ഫ്രീ കൺസെന്റ് എന്താണെന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെയും ഇതേ യൂണിറ്റിന് തന്നെ എഗെയിൻ എന്താണ് എസെൻഷ്യൽസ് ആൻഡ് വാലിഡ് കോൺട്രാക്ട് എന്താണെന്നും ചോദിച്ചിട്ട്, അപ്പം വാലിഡിറ്റി അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് എന്താണെന്ന് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ടതാണ്. പിന്നെയും ബ്ലോക്ക് 3 ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാക്ടില് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺട്രാക്ട്, അതിന്റെ ഫോർമേഷൻ, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ബ്ലോക്ക് 3 ഇന്റർനാഷണൽ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കോൺട്രാക്ട് ഓഫ് സെയിൽ അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, പക്ഷെ അത് ഇമ്പോർട്ടന്റും ആണ്. ബ്ലോക്ക് 4 ബാങ്കിങ് റെഗുലേഷനകത്ത് ബാങ്കിങ് എന്താണ്, ലൈസൻസ് ആൻഡ് മാനേജ്മെന്റ് റെഗുലേഷൻ ഒരു പ്രാവശ്യം. ബ്ലോക്ക് 4 ബാങ്കിങ് റെഗുലേഷൻ അവിടെ നീഡ് ഫോർ റെഗുലേഷൻ ആൻഡ് ഇവാലുവേഷൻ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 ബാങ്കിങ് റെഗുലേഷനകത്ത് ബാങ്കിങ് എന്താണെന്ന്, നീഡ് ഫോർ റെഗുലേഷൻ എവല്യൂഷൻ എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 4 ബാങ്കിങ് റെഗുലേഷനകത്ത് ബാങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ട് റെഗുലേഷൻ നീഡ്, ബാങ്ക് മാനേജ്മെന്റ് എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 ഫെമ എന്താണ്, ഫോറിൻ എക്സ്ചേഞ്ച് എന്താണ് ചോദിച്ചിട്ടുണ്ട്. ഫെമയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനും ഓതറൈസ്ഡ് പേഴ്സൺ ഡ്യൂട്ടീസും ഒക്കെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 ഇതേ യൂണിറ്റിൽ നിന്ന് തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സും പ്രോപ്പർട്ടീസ് ഓഫ് അക്വസിഷനും റൂളും നമുക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 4 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് IBC IBC എന്താണെന്നും ഡെഫിനേഷൻ ആൻഡ് സൈലന്റ് ഫീച്ചേഴ്സ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേ യൂണിറ്റിൽ നിന്ന് തന്നെ എന്താണ് IBC എന്നും കൂടാതെ അതിന്റെ 4 പില്ലേഴ്സ് എന്താണെന്നും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ 4 പില്ലേഴ്സ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ബ്ലോക്ക് 4 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി എന്ന് പറയുന്ന ഇതേ യൂണിറ്റിൽ തന്നെ ലിക്വിഡൈസേഷൻ, ഇൻഡിവിജ്വൽ പാർട്ണർഷിപ്പ്, ഇൻസോൾവൻസി എന്നുള്ള പോർഷനും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതേ പോർഷൻസിൽ തന്നെ നീഡ് ആൻഡ് 4 പില്ലേഴ്സ് IBC എന്താണെന്നും അതിന്റെ നീഡ് ആൻഡ് 4 പില്ലേഴ്സ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ബ്ലോക്ക് 5 ആണ്. ബ്ലോക്ക് 5 ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ IPR ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്താണെന്നും അതിന്റെ പേറ്റന്റ് ആൻഡ് കോപ്പിറൈറ്റ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ ബ്ലോക്ക് 5 സെയിം യൂണിറ്റിൽ നിന്ന് തന്നെ IPRന്റെ ജസ്റ്റിഫിക്കേഷൻ, അതുപോലെ പേറ്റന്റ് ആൻഡ് കോപ്പിറൈറ്റ് എന്താണ്, അതിന്റെ ബേസിക്സും കാര്യങ്ങളും എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 5 ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റില് അതിന്റെ നീഡ് ആൻഡ് ടു ടൈപ്പ് ഓഫ് IPR എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 5 IPRന്റെ പേറ്റന്റ് ആൻഡ് കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ മെക്കാനിസം എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 5 ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ഡേറ്റ പ്രൊട്ടക്ഷന്റെ നീഡ് ആൻഡ് ഇന്ത്യൻ ഫ്രെയിംവർക്ക് എന്താണെന്ന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേ യൂണിറ്റിൽ നിന്ന് തന്നെ അതിന്റെ പ്രൈവസി ആൻഡ് PDP ബിൽഡിംഗ് 2019 ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസിയിൽ നിന്ന് ഡേറ്റ പ്രൊട്ടക്ഷൻ എന്താണെന്ന്, പ്രൈവസി ഇൻ ഡിജിറ്റൽ കോണ്ടെക്സ്റ്റ് സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 5 ഡേറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൈവസിയിൽ നിന്ന് ഡേറ്റ പ്രൊട്ടക്ഷൻ എന്താണെന്ന്, റൈറ്റ് ടു പ്രൈവസി ആൻഡ് ഫ്രെയിംവർക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 6 എൻവിറോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന പോർഷൻസിൽ നിന്നും എൻവിറോൺമെന്റ് എന്താണെന്ന്, ഫ്രെയിംവർക്ക് ആൻഡ് ബിസിനസ് ഇമ്പാക്ട് 2 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ എൻവിറോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റിയിലെ എൻവിറോൺമെന്റ്, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ഇനിഷ്യേറ്റീവ്സ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എൻവിറോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റിയിലെ എൻവിറോൺമെന്റ് എന്താണെന്ന്, ജുഡീഷ്യൽ ഫോറംസ് ഓൺ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 6 എൻവിറോൺമെന്റ് സസ്റ്റൈനബിലിറ്റി തന്നെയാണുള്ളത്. എൻവിറോൺമെന്റ് എന്താണ്, പ്രൊട്ടക്ഷൻ ആൻഡ് ജുഡീഷ്യൽ ഫോറം കോർപ്പറേറ്റ് ലയബിലിറ്റി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 6 ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. ബ്ലോക്ക് 6 തന്നെ ലാസ്റ്റ് വരുന്ന പോർഷൻസ് ആണ് 2 കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ലോയും അതേപോലെ തന്നെ കസ്റ്റമർ പ്രൊട്ടക്ഷനും. ഈ 2 യൂണിറ്റിൽ നിന്നും നമുക്ക് ചോദിച്ചിട്ടുള്ള കോമ്പറ്റീഷൻ ലോയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അതിനെ നീഡ് ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സും എൻഫോഴ്സ്മെന്റും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 6 ലാസ്റ്റ് പോർഷനുള്ള കസ്റ്റമർ പ്രൊട്ടക്ഷനകത്ത് കസ്റ്റമർ എന്താണെന്നും, എവല്യൂഷൻ ആൻഡ് അതോറിറ്റീസ് അണ്ടർ CPA കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആയിട്ട് 2019 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ കസ്റ്റമർ പ്രൊട്ടക്ഷനകത്ത് കസ്റ്റമർ എന്താണെന്നും കൊമേഴ്സ് റൂൾ എന്താണെന്നും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹൈ ഈൽഡ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ടോപ്പിക് എന്ന് പറയുന്നത് ബിസിനസ് ലോ എന്താണെന്നും അതിന്റെ ഇൻട്രൊഡക്ഷനും പ്രിൻസിപ്പിളും സ്റ്റാറ്റ്യൂസും നമുക്ക് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കമ്പനി എന്താണെന്നും, കമ്പനിയുടെ ബേസ് ചെയ്തിട്ട് അതിന്റെ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ്, കമ്പനി ഫീച്ചേഴ്സ്, പ്രോസ്പെക്ടസ് എന്താണെന്നൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ പാർട്ണർഷിപ്പ് എന്താണെന്നും, അതിന്റെ ആക്ട് എന്താണെന്നും, അതിന്റെ പാർട്ണർഷിപ്പിൽ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് എന്താണെന്നും, അതിന്റെ എസെൻഷ്യൽസും ടൈപ്പ് ഓഫ് ഡിസൊല്യൂഷനും 7 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് അത്രയാണ്. അടുത്തൊരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നോക്കുന്നത്. അതിനകത്ത് നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും, അതൊരു 20 മാർക്കിനൊക്കെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. മിനിമം ആണ് 230 to 300 എന്ന് പറയുന്നത്. മിനിമം 400 to 450 വരെയൊക്കെ നമുക്ക് പോവാനായിട്ട് പറ്റും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന്. പിന്നെ എസ് എ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാൻ കോൺസെപ്റ്റും റാഷണലും ഒക്കെ, അല്ലെങ്കിൽ ഡിഫൈൻ ഡിസ്കസ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാറുണ്ട് 20 മാർക്കിനകത്ത്. അത് എയും ബിയും തിരിച്ചിട്ടാണ്. ഒരു ടോപ്പിക്ക് തന്നിട്ട് എയും ബിയും 10 വെച്ചിട്ട് എഴുതാൻ പറയുന്നുണ്ടെങ്കിൽ ഈ ഓരോന്നും 230 വേർഡ്സ് വെച്ച് എഴുതേണ്ടി വരും. 230 300 എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ഏകദേശം 460 to 600 വേർഡ്സോളം വരുന്ന രീതിയിൽ എഴുതേണ്ടി വരും. പിന്നെ എസ് എയിൽ പ്രോസസ് മെക്കാനിസം, നമുക്ക് ഓരോന്നിനും ഇപ്പൊ ഒരു കമ്പനി ഡോക്യുമെന്റേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കോൺട്രാക്ട് ഫയലിൽ എങ്ങനെ, അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടേ അടുത്ത പ്രോസസ്സിലോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ള സ്റ്റെപ്സും അതേപോലെ തന്നെ പ്രോസസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ജനറൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എസ് എ ടൈപ്പിൽ ചോദിക്കാറുണ്ട്. ഷോർട്ട് നോട്ട്സ് റെഗുലർ ബേസിസ് വരാറുണ്ട്. 10 മാർക്കിന്റെ ഷോർട്ട് നോട്ട്സ് ആണ് കൂടുതലായിട്ടും ബിസിനസ് ലോയിൽ വന്നിട്ടുള്ളത്. അതിലൊരു 120 to 150 വേർഡ്സ് വരെയാണ് നമ്മൾ എഴുതേണ്ടത്. MCQ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമുക്ക് ഇതുവരെ ചോദിച്ച് വന്നിട്ടില്ല. ഇതിന്റെ ബേസിസിൽ നോക്കുവാണെങ്കിൽ എക്സ്പ്ലെയിൻ എന്യൂമറേറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് 51% വരാൻ സാധ്യതയുള്ളത്. ജനറൽ തിയറി ബേസ്ഡ് 23%, ഡിഫൈൻ ആൻഡ് ഡിസ്കസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 14%, പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് 7%, ഷോർട്ട് നോട്ട്സ് 3.6% ആണ് വരാൻ സാധ്യതയുള്ളത്. അടുത്തത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. 20 മാർക്കിന്റെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, പോയിന്റ് എഴുതി പോയിന്റിനെ ഡിഫൈൻ ചെയ്യാൻ കൊടുക്കുക. 5 to 7 പേജസോളം വരുന്ന രീതി, അല്ലെങ്കിൽ അത്രയും കവർ ചെയ്ത് വരുന്ന രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. 250 to 300 വേർഡ്സ് എന്നുള്ളത് മിനിമം ആണ് പറയുന്നത്. നമുക്കൊരു 400 വേർഡ്സ് വരെയൊക്കെ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ജനറൽ എസ് എക്കകത്ത് തിയറി പ്രിൻസിപ്പിൾ ഒക്കെ ചോദിക്കുവാണെങ്കിൽ ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഡെഫിനിഷൻ, പോയിന്റിനെ ഇലാബറേറ്റ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.
പിന്നെ ഡിഫൈൻ ഡിസ്കസ് എന്ന ബേസിൽ ഒരു ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ എന്താണ് ബിസിനസ് ലോ, അതിന്റെ എസെൻഷ്യൽസ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ് ലോ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ദെൻ ഡിഫൈൻ ബിസിനസ് ലോ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, ദെൻ കോൺസെപ്റ്റിലോട്ട് പോകുക. അവിടെ നമുക്ക് ചോദിക്കുന്ന സിഗ്നിഫിക്കൻസ്, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് എന്താണ്, പോയിന്റഡ് നോട്ട് കൊടുക്കുക, ദെൻ അതിനെ ഇലാബറേറ്റ് ചെയ്യുക. ഒബ്ജക്റ്റീവ്സ് കൊടുക്കുക, അതിന്റെ പോയിന്റഡ് നോട്ട് കൊടുക്കുക, ഇലാബറേറ്റ് ചെയ്യുക. ആ രീതിയിൽ എഴുതിയിട്ട് അതിന്റെ അവസാനം കൺക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഒരു 4 തൊട്ട് 6 പാരഗ്രാഫ് രീതിയിൽ വേണം നമ്മൾ ഇത് എഴുതി ചെയ്യാനായിട്ട്. ദെൻ എസ് എ ടൈപ്പിൽ പ്രോസസ്സ് മെക്കാനിസം ആണെന്നുണ്ടെങ്കിൽ കൃത്യതയോടെ ഒരു സ്റ്റെപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ കാര്യങ്ങൾ എഴുതാനായിട്ട്, സീക്വൻസ് വഴി തന്നെ എഴുതാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ പി ജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്ത നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഓവറോൾ ആയിട്ട് ബിസിനസ് ലോയുടെ കവർ ചെയ്യുകയാണെങ്കിൽ 2023 തൊട്ട് നമുക്ക് 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 ഓവർവ്യൂ ഓഫ് ബിസിനസ് ലോ എന്ന് പറയുന്നത് 24.24 ആണ്. ഒരു 24 ആയിട്ടാണ് ആവറേജ് വരുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ 15% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 15% വെയിറ്റേജ് വരുന്നത് ഏത് പോർഷൻസിൽ നിന്നാണ്, ബ്ലോക്ക് 1ൽ നിന്നാണ്. ബ്ലോക്ക് 2ൽ നിന്നും 25% വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓവറോൾ ആയിട്ട് കഴിഞ്ഞ എക്സാംസിലൊക്കെ ചോദിച്ചതിന്റെ ബേസിസിലാണ് ഒരു ആവറേജ് നമ്മൾ കണ്ടെത്തുന്നത്. ബ്ലോക്ക് 3ൽ നിന്നും ബിസിനസ് കോൺട്രാക്റ്റിൽ നിന്നും 7.5% മാർക്കിന്റെ ക്വസ്റ്റ്യൻസും, ബ്ലോക്ക് 4ൽ ലീഗൽ ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്ന പോർഷൻസിൽ നിന്നും 20% ക്വസ്റ്റ്യൻസും, ബ്ലോക്ക് 5 ആയ IP ആൻഡ് ഡേറ്റയിൽ നിന്നും 12.5%, ബ്ലോക്ക് 6ൽ ബിസിനസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നും 20% ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു വിഷ്വലൈസേഷനകത്ത് നമുക്ക് നോക്കിയാൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് എക്സ്പ്ലെയിൻ, എനുമറേറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസും, അതേപോലെ ജനറൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും, ഡിഫൈൻ ആൻഡ് ഡിസ്കസ് എന്ന് പറയുന്ന വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസും, അതേപോലെ പ്രോസസ്സും ആണ്. അപ്പൊ അതിൽ നിങ്ങൾ നോക്കിയാൽ കൃത്യതയോടെ മനസ്സിലാവുക എല്ലാം ഒരേ ലെവലിലാണ്. ഡിസംബർ 2024 തൊട്ട് 25 വരെ സെയിം ലെവലിലാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. പാരലായിട്ട് തന്നെയാണ് ലൈൻ പോകുന്നത്. ഈ ഒരു ഡയഗ്രാം ഹൈലൈറ്റ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ അല്ലെ എന്യൂമറേറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊരു 50% മാർക്കും കവർ ചെയ്യുന്നത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പ്രോസസ് ആൻഡ് മെക്കാനിസം നെക്സ്റ്റ് ആയിട്ട് വരുന്നത് പ്രോസസ് ആൻഡ് മെക്കാനിസവും, അത് കഴിഞ്ഞ് തന്നെ ഒരു സ്റ്റഡി ഇമ്പാക്റ്റിലുള്ള പോർഷൻസും നമുക്ക് വരുന്നത്. നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ആദ്യത്തെ ഒരു 10 മിനിറ്റോളം ക്വസ്റ്റ്യൻസ് കൃത്യതയോടെ വായിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും എത്ര സമയം വെച്ച് നമ്മൾ കൊടുക്കണമെന്ന് പൂർണ്ണമായ ബോധ്യത്തോടു കൂടി തന്നെ എഴുതുക. ഒരു 34 തൊട്ട് 36 എല്ലാം ഒരേ പാറ്റേണിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 34 തൊട്ട് 36 മിനിറ്റ് വരെ ഒരു ക്വസ്റ്റ്യന് വേണ്ടി ചിലവഴിക്കാനായിട്ട് പാടുള്ളൂ. ആൻസർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക് വൈസ് നോക്കുവാണെങ്കിൽ വാട്ട് ഈസ് ബിസിനസ് ലോ ആൻഡ് ഡിസ്കസ് മീനിങ്, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, സോഴ്സ് എന്ന് പറയുന്നതാണ് 5 പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻസ് ഇന്ത്യസ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് ആൻഡ് ബിസിനസ് ഇമ്പാക്ട് ഇൻക്ലൂഡിംഗ് ജുഡീഷ്യൽ ഫോറം, അതൊരു 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് ദ ഡേറ്റ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ 4 പ്രാവശ്യം. ഡിസ്കസ് ദ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് 4 പ്രാവശ്യം. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ബാങ്കിങ് റെഗുലേഷൻ വിത്ത് നോട്ട് ഓൺ ലൈസൻസ് മാനേജ്മെന്റ് 4 പ്രാവശ്യം. ഡിഫൈൻ എ കമ്പനി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് 3 പ്രാവശ്യം. ഡിസ്ക്രൈബ് ദ 4 പില്ലേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ അണ്ടർ IBC 2026 3 പ്രാവശ്യം. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ IP പ്രൊട്ടക്ഷൻ വിത്ത് നോട്ട് ഓൺ പേറ്റന്റ് ആൻഡ് കോപ്പിറൈറ്റ് 3 പ്രാവശ്യം. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൽ സ്റ്റാറ്റ്യൂ അണ്ടർ ബിസിനസ് ലോ 3 പ്രാവശ്യം. ഡിഫൈൻ ഇൻസോൾവൻസി ആൻഡ് ഔട്ട്ലൈൻ കീ ഫീച്ചേഴ്സ് പ്രോസസ് അണ്ടർ IBC 2016 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്.
പിന്നെ ഫ്രീക്വൻസി ടേബിൾ ആണ് വരാൻ സാധ്യതയുള്ള റിപ്പീറ്റഡ് ആയിട്ട്. ഇവിടെ ഇപ്പൊ 20 മാർക്കിന് വരാൻ സാധ്യതയുള്ള എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അത് ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻസ് ഇന്ത്യൻ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് ആൻഡ് ബിസിനസ് ഇമ്പാക്ട് ഇൻക്ലൂഡിംഗ് ജുഡീഷ്യൽ ഫോറം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ബ്ലോക്ക് 6 12th യൂണിറ്റിൽ നിന്നും 5 പ്രാവശ്യം 20 മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ബിസിനസ് ലോ? ഡിസ്കസ് മീനിങ്, ഒബ്ജക്റ്റീവ്, സ്കോപ്സ് ആൻഡ് സോഴ്സസ്. അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 5 ടൈംസ് വന്നിട്ടുണ്ട് 20 മാർക്കിനായിട്ട്. ഡിസ്കസ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് ദ ഡേറ്റ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ ബ്ലോക്ക് 5 11th യൂണിറ്റിൽ 4 പ്രാവശ്യം 20 മാർക്കിന്. ഡിസ്കസ് ദ എസെൻഷ്യൽ എലമെന്റ് ഓർ എസെൻഷ്യൽസ് ആൻഡ് എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് ബ്ലോക്ക് 3 5th യൂണിറ്റിൽ 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 20 മാർക്കിനായിട്ട്. Explain the need for bank regulation with the note on licensing and management. ബ്ലോക്ക് 4 യൂണിറ്റ് 7 അപ്പിയർ ചെയ്തിരിക്കുന്ന 4 പ്രാവശ്യം 20 മാർക്കിന്. ഡിഫൈൻ എ കമ്പനി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 അപ്പിയർ ചെയ്തിരിക്കുന്നത് 3 പ്രാവശ്യം 20 മാർക്ക്. Describe the 4 pillars of institutional infrastructure under IBC 2016. ബ്ലോക്ക് 4 9th യൂണിറ്റിൽ 3 പ്രാവശ്യം 20 മാർക്കിന്. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ IP പ്രൊട്ടക്ഷൻ വിത്ത് നോട്ട് ഓൺ പേറ്റന്റ് ആൻഡ് കോപ്പിറൈറ്റ് 5th ബ്ലോക്കിലെ 10th യൂണിറ്റിൽ 3 പ്രാവശ്യം 20 മാർക്കിന്. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പൽ സ്റ്റാച്യു അണ്ടർ ബിസിനസ് ലോ ബ്ലോക്ക് 1 യൂണിറ്റ് 2 3 ടൈംസ് 21. ഡിഫൈൻ ഇൻസോൾവൻസി ആൻഡ് ഔട്ട്ലൈൻ കീ ഫീച്ചേഴ്സ് പ്രോസസ് അണ്ടർ ദ IBC 2016. ബ്ലോക്ക് 4 യൂണിറ്റ് 9 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 20 മാർക്ക്. ഈ ഒരു വിഷ്വലൈസേഷൻ ഒരു പൈ ചാർട്ടിൽ നമ്മൾ നോക്കുന്നത് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് 2022 ടു 2025 വരെ നോക്കുവാണെങ്കിൽ എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നോക്കുവാണെങ്കിൽ 64.3% ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡും 35.7% ക്വസ്റ്റ്യൻസ് പുതിയതായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും ആണ്. അടുത്തത് ആവറേജ് അഡ്വാൻസ് വാല്യൂ എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ഓരോ കാര്യങ്ങളുടെയും ചെറുതായിട്ടൊരു നോട്ട്സ് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതൊരു ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനും കീ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്ത് കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഓൾട്ടർനേറ്റീവ് വേരിയന്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്താണ് നമ്മളൊരു പഠിക്കുമ്പോൾ എല്ലാ പോർഷൻസിൽ നിന്നും എന്തെങ്കിലും 1-2 കാര്യങ്ങളെങ്കിലും പഠിച്ചു പോവുക. നമുക്ക് നമ്മൾ പഠിച്ച കാര്യമല്ല ചോദിച്ചതെങ്കിൽ പോലും അതിനെപ്പറ്റി ഒന്ന് ടച്ച് ചെയ്ത് വിടാനോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് വിട്ട് മിനിമം സ്കോർ നേടാനോ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ പോർഷൻസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഒരു പോർഷനെങ്കിലും കവർ ചെയ്ത് പോകുന്ന രീതിയിൽ പഠിച്ചു പോവുക. പിന്നെ റിപ്പീറ്റ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ എഗെയിൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കാനായിട്ടും ശ്രമിക്കുക. അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ ആണ്. അപ്പോൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഡിസംബർ 2024 വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് പ്രിഡിക്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ, സിഗ്നിഫിക്കൻസ്, ഒബ്ജക്റ്റീവ്, സ്കോപ്സ് ആൻഡ് സോഴ്സ് ഓഫ് ബിസിനസ് ലോ ഒരു 71% ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 6 12th യൂണിറ്റിൽ വരുന്ന എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് ജുഡീഷ്യൽ ഫോറം ഇമ്പാക്ട് ഒരു 71% വരാൻ സാധ്യതയുണ്ട്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 5 എസെൻഷ്യൽസ് ആൻഡ് എലമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ട് 57% വരാൻ സാധ്യതയുണ്ട്. ദെൻ ബ്ലോക്ക് 4 7th യൂണിറ്റിലുള്ള ബാങ്ക് റെഗുലേഷൻ നീഡ് ലൈസൻസിങ് ആൻഡ് മാനേജ്മെന്റ് 57%. ബ്ലോക്ക് 5 11th യൂണിറ്റിൽ റൈറ്റ് ടു പ്രൈവസി ആൻഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ 57%. ബ്ലോക്ക് 1 യൂണിറ്റ് 2 പ്രിൻസിപ്പൽ സ്റ്റാച്യു അണ്ടർ ബിസിനസ് ലോ 42%. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി 42.9%. ദെൻ ബ്ലോക്ക് 4 9th യൂണിറ്റിൽ IBC 4 pillars of institutional framework 42.9%. Then block 5 10th യൂണിറ്റിൽ IPR patent and copyright 42.9%. Then block 6 14th യൂണിറ്റിൽ customer protection evolution authority e-commerce rule 42.9 median ലെവലും. Then block 2 യൂണിറ്റ് 3 dissolution of നോട്ട്സ് ആൻഡ് ഗ്രൗണ്ട്സ് 28.6%. ബ്ലോക്ക് 2 യൂണിറ്റ് 3 എസെൻഷ്യൽസ് ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് 28.6%. ബ്ലോക്ക് 2 യൂണിറ്റ് 4 പ്രിൻസിപ്പൽ ഫണ്ടമെന്റൽ ഡോക്യുമെന്റേഷൻ ഓഫ് എ കമ്പനി 28.6%.
ദെൻ ബ്ലോക്ക് 2-ല് യൂണിറ്റ് 4-ല് പ്രോസ്പെക്ടസ് മീനിങ് നീഡ് ടൈപ്പ് 28.6%. ദെൻ ബ്ലോക്ക് 4-ല് യൂണിറ്റ് 6-ല് ഫെമ ക്യാപിറ്റൽ അക്കൗണ്ടിബിലിറ്റീസ് ആൻഡ് അതോറിറ്റി പേഴ്സൺ 28.6%. ബ്ലോക്ക് 4-ല് 9th യൂണിറ്റിൽ IBC സൈലന്റ് ഫീച്ചേഴ്സ് ലിക്വിഡൈസേഷൻ ഇൻഡിവിജ്വൽ സോൾവൻസി 28.6%. ദെൻ ബ്ലോക്ക് 6-ല് 13th യൂണിറ്റിൽ കമ്പനി ലോ നീഡ് ഒബ്ജക്റ്റീവ് എഗ്രിമെന്റ് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് 28.6%. അടുത്തത് ബ്ലോക്ക് 2-ല് യൂണിറ്റ് 3-ല് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് 14.3%. ദെൻ ബ്ലോക്ക് 3-ല് 5th യൂണിറ്റില് ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട് ഓഫറൻസ് ആൻഡ് അക്സെപ്റ്റൻസ് 14.3. അപ്പൊ ഇതിലൊരു 70 എബോവ് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റും 40 to 69 ആണെങ്കിൽ മീഡിയം ലെവലും മൈനസ് അല്ലെങ്കിൽ ഈക്വൽ ഓർ ലെസ് ദാൻ 40% ആണെങ്കിൽ നമുക്ക് എന്താണ് ലോ ചാൻസും ആണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ജസ്റ്റിഫിക്കേഷൻ ഒക്കെ നമ്മൾ നോക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു 4 അതിൽ പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാം. ഇപ്പൊ ഒരു 4 പ്രാവശ്യം എടുക്കുമ്പോൾ 3 പ്രാവശ്യത്തിലെ ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് പറഞ്ഞു പോകുന്നത്. ബിസിനസ് ലോ എന്താണെന്നും അതിന്റെ ഇൻട്രൊഡക്ഷനും അതിന്റെ സ്കോപ്പും ഒബ്ജക്റ്റീവും നമുക്കൊരു 4-ൽ 3 പ്രാവശ്യമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എൻവിറോൺമെന്റ് എന്ന് പറയുന്ന പോർഷൻസ് അതിന്റെ ഫ്രെയിംവർക്ക് ജുഡീഷ്യൽ ഫോറം ഒക്കെ ഔട്ട് ഓഫ് 4-ൽ ഒരു 3 ടൈംസ് വന്നിട്ടുണ്ട്. അതേപോലെ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് 2 ടൈംസ്, ബാങ്കിങ് റെഗുലേഷൻസ്, അതുപോലെ പ്രൈവസി ഡേറ്റ, പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാറ്റം, കമ്പനി ആൻഡ് ഇറ്റ് ഫീച്ചേഴ്സ്, IBC 4 പില്ലേഴ്സ്, IPR, പേറ്റന്റ് ആൻഡ് കോപ്പിറൈറ്റ്, ദെൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പോർഷൻസ് ഒക്കെ ഒരു 2-ൽ 4-ൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് നമുക്ക് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ വരാനായിട്ട് സാധ്യതയുള്ളത്. ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നുണ്ടാവുക. പിന്നെ ഇവിടെ പറയുന്നത് ബ്ലോക്ക് 1-ൽ യൂണിറ്റ് 1-ല് ഏതാണ് ബിസിനസ് ലോയുടെ ഇൻട്രൊഡക്ഷനും, ബ്ലോക്ക് 6-ല് യൂണിറ്റ് 12-ല് എൻവിറോൺമെന്റും ആണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് പറയുന്നത്. മീഡിയം ലെവലിൽ പറയുവാണെങ്കിൽ കോൺട്രാക്ട് എന്ത്, എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്ട് ഉണ്ട്, ബാങ്കിങ് റെഗുലേഷൻസ്, പ്രൈവസി ഡേറ്റ, പ്രിൻസിപ്പിൾ സ്റ്റാച്ചു, ഇതൊക്കെയാണ് നമുക്ക് ഒരു മീഡിയം ലെവലിൽ വരാൻ സാധ്യതയുള്ള പോർഷൻസ്. ലോ ലെവലിൽ നോക്കുകയാണെങ്കിൽ പ്രോസ്പെക്ടസ്, LLP ഫോർമേഷൻ, ഫെമ നോട്ട്സ് ഒക്കെയാണ് ഒരു 40% താഴെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അടുത്തത് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ പറയുന്ന ഡിസംബർ 2025-ല് നമ്മൾ എഴുതാൻ പോകുന്ന ICNO എക്സാമിന്റെ ഒരു പ്രൊഡിക്റ്റീവ് ലാംഗ്വേജ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. MMPC 13 ബിസിനസ് ലോയിൽ 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അറ്റംപ്റ്റ് ഇനി 5, ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക്. തന്നിരിക്കുന്ന 8 ക്വസ്റ്റ്യൻസിൽ നിന്നും ഏതെങ്കിലും 5 എണ്ണം എഴുതാനാണ് പറയുന്നത്. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ല് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ് ലോ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേൺ എന്റർപ്രൈസ്. ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ബ്ലോക്ക് 2-ല് യൂണിറ്റ് 3-ൽ നിന്ന് എസെൻഷ്യൽസ് ഓഫ് പാർട്ണർഷിപ്പ് എന്താണെന്നും ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് എന്താണെന്നും അവരുടെ അതോറിറ്റീസ് എന്താണെന്നും 20 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ ബ്ലോക്ക് 2-ല് യൂണിറ്റ് 6-ല് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് 20 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ബ്ലോക്ക് 4-ല് ബ്ലോക്ക് 3-ല് യൂണിറ്റ് 5-ലുള്ള ഒരു ക്വസ്റ്റ്യൻ എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എന്താണെന്നും വോയിഡ് ആൻഡ് വോയിഡബിൾ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് എഗ്രിമെന്റ് എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ബ്ലോക്ക് 4-ല് യൂണിറ്റ് 7-ല് പ്രൊഡൻഷ്യൽ റെഗുലേഷൻ എന്താണെന്നും ചാർട്ടറിംഗ്, റിസണിംഗ്, മാനേജ്മെന്റ് ആൻഡ് ഗവർണൻസ് കൺട്രോൾ എന്താണെന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മെയിനായിട്ട് തന്നെ വൈ ഡു ബാങ്കിങ് കമ്പനീസ് റിക്വയർ പ്രൊഡൻഷ്യൽ റെഗുലേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. എന്ന് അത്ര റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതല്ല, പക്ഷെ ഈ പ്രാവശ്യം നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാനും സാധിക്കത്തില്ല. ബ്ലോക്ക് 4-ല് യൂണിറ്റ് 9-ല് 4 പില്ലേഴ്സ് ഓഫ് IBC എന്താണെന്ന് അതിന്റെ പില്ലേഴ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കാം. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ബ്ലോക്ക് 5-ല് യൂണിറ്റ് 11-ല് റൈറ്റ് ടു പ്രൈവസി എന്താണെന്നും ഡേറ്റ പ്രൊട്ടക്ഷൻ ഫ്രെയിംവർക്ക് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 6-ല് യൂണിറ്റ് 12-ല് an architect of environmental governance in India, key statutes, implementing authority and judicial forum, and analyze the implication of corporate complaints and reinforcement. അപ്പോൾ ഒരു ആർക്കിടെക്ചർ ഓഫ് എൻവിറോൺമെന്റ് എന്താണ് നമ്മൾ പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് പ്രസന്റ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ എഴുതാനാണ് ഇവിടെ പറയുന്നത്. ഇത്രയാണ് പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ബിസിനസ് ലോയിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതുവരെ ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ PYQ നല്ല രീതിയിൽ റെഫർ ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് മോർ ഹെൽപ്ഫുൾ ആയിരിക്കുന്നതായിരിക്കും. ഓൾ ദ ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.